നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ആശുപത്രിയിലേക്ക് BJPയുടെ മാർച്ച്. ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ. കടലിന്റെ മക്കൾക്ക് ഇനി വറുതിയുടെ കാലം. ബോട്ടുകൾ കരയിൽ കയറ്റിവെച്ചു. രക്തബന്ധങ്ങളുടെ പവിത്രത ഇടിഞ്ഞു പോകുന്നത് അപകടകരമാണെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ബന്ധങ്ങൾ വഷളാവുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും തങ്ങൾ. അധികൃതരുടെ അവഗണന. മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി മാർച്ച്. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പിലായില്ല. അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ജനറൽ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJPയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. വെള്ളിയാഴ്ചയായിരുന്നു സമരം. എൻഡോസൾഫാൻ ബാധിത ജില്ലയായിട്ട് പോലും ജനറൽ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ സജ്ജീകരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ആശുപത്രി പരിസരം മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചെറിയ ജലദോഷത്തിന് ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്നവർ ഡെങ്കിപ്പനി അടക്കമുള്ള മാരക രോഗങ്ങളുമായാണ് തിരിച്ചു പോകുന്നത്. ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ ജില്ലയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അധികാരികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. ಪರಿವಾಡಿ BJP ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಸುರೇಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ರಾಜ್ಯದ ಭ್ರಷ್ಟಾಚಾರವನ್ನ ಎತ್ತಿ ತೋರಿಸುವಂತಹ ಒಂದು ಪ್ರಕ್ರಿಯೆಯನ್ನ ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಇವತ್ತು ಈ ಆಸ್ಪತ್ರೆಗೆ ಬೇಕಾದಂತ ಬಹಳಷ್ಟು ಬೆಡ್ಗಳನ್ನ ಒಳಗೊಂಡಂತ ಕಟ್ಟಡದಲ್ಲಿ ಇವತ್ತು ಆ ರೋಗಿಗಳಿಗೆ ಓದುವಂತ ವ್ಯವಸ್ಥೆಯನ್ನು ಕೂಡ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗದಂತಹ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. സുധാമ ഗോസാഡ അധ്യക്ഷത വഹിച്ചു. P. രമേശ് ജില്ലാ സെക്രട്ടറി, S. കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഹരീഷ് നാരമ്പാടി, രാജേഷ് ഷെട്ടി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, മണ്ഡലം പ്രസിഡന്റ് ധനഞ്ജയ മധൂർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ. കടലിന്റെ മക്കൾക്ക് ഇനി വറുതിയുടെ കാലം. ബോട്ടുകൾ കരയിൽ കയറ്റിവെച്ചു. കടലിന്റെ മക്കൾക്ക് ഇനി വറുതിയുടെ കാലമാണ്. ജൂൺ 14 മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളും വള്ളങ്ങളും കരയിൽ കയറ്റിവെച്ചു. ഇനി അവർക്ക് ഇത് ബോട്ട് അറ്റകുറ്റപ്പണിയുടെ കാലം കൂടിയാണ്. അതിനിടെ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് തൊഴിൽരഹിതരാവുന്ന മത്സ്യബന്ധന യന്ത്രവൽകൃത ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകും. അർഹരായ മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങൾ സഹിതം നിശ്ചിത ഫോറത്തിൽ ബോട്ടുടമയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബോട്ടിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ജൂൺ 16 അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും കാസർഗോഡ്, കസബ, ചെറുവത്തൂർ മത്സ്യഭവനങ്ങളിൽ നിന്നും ലഭിക്കും. രക്തബന്ധങ്ങളുടെ പവിത്രത ഇടിഞ്ഞു പോകുന്നത് അപകടകരമാണെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ബന്ധങ്ങൾ വഷളാവുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു. ചർലടുക്ക കുത്തുബി ട്രസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ കുടുംബ കോടതികളിൽ കൂടിവരുന്ന കേസുകളിലേറെയും ദാമ്പത്യ പ്രശ്നങ്ങളാണ്. ഇതുവഴി അനിയന്ത്രിതമായ വിവാഹമോചന കേസുകൾക്ക് തടയിടാൻ കഴിയുമെന്നും തങ്ങൾ പറഞ്ഞു. ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ അല്ലെങ്കിൽ കോഴ്സിന്റെ ആവശ്യകത ഇവിടെ ഹക്കീം മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന വിവാഹമോചനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനും അതേപോലെ മറ്റുള്ള അനിസ്ലാമികപരമായ ഒളിച്ചോട്ടങ്ങൾക്കൊക്കെ വിരാമമിടാനും ഇത്തരം കോഴ്സുകളിലൂടെ നമ്മുടെ മക്കൾക്ക്, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്കൊക്കെ നൽകി ഇസ്ലാമിക ചുറ്റുപാടിലൂടെ ജീവിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ ബാധകമായിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ കുത്തുബി ട്രസ്റ്റ് തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. സയ്യിദ് സൈനുൽ ആബ്ദീൻ തങ്ങൾ കുന്നുംകൈ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി PB അബ്ദുൾ റസാഖ് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. NPM സയ്യിദ് ഫസൽ ഹാമിദ് കോയമ്മ തങ്ങൾ അൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മവദ്ദ കോഴ്സിലെ വിദ്യാർത്ഥിനികൾ രചിച്ച ജയനാദം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ സ്ത്രീയാണ് സമ്പത്ത് എന്ന പുസ്തകം റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. ചന്ദേര പൂക്കോയ തങ്ങൾ ഏറ്റുവാങ്ങി. ഹക്കീം മാസ്റ്റർ മാടക്കാൽ കോഴ്സ് ബ്രീഫിംഗ് നടത്തി.
ബഷീർ ഫൈസി അൽ ഹാമിദി ചെറുകുന്ന്, മുൻ മന്ത്രി CT അഹമ്മദ് അലി, നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, MC ഖമറുദ്ദീൻ, CB അബ്ദുള്ള ഹാജി, CT അബ്ദുൽ ഖാദർ തൃക്കരിപ്പൂർ, അബു ഹന്നത്ത് മൗലവി, അബ്ദുൽ റഷീദ് ബാഖഫി, KV സലാം ഹാജി തളപ്പറമ്പ്, ഇബ്രാഹിം നെല്ലിക്കട്ട, വോൾഗ അബ്ദുൽ റഹ്മാൻ ഹാജി, A അഹമ്മദ് ഹാജി നായ്മാർമുല, KM അബ്ദുള്ള ഹാജി ചെർക്കള, ട്രസ്റ്റ് സെക്രട്ടറി AM മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. രോഗപ്രതിരോധ പരിപാടിയുടെ ഭാഗമായുള്ള മിഷൻ ഇന്ദ്രധനുഷ് 3ാം ഘട്ടം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരത്ത് നടന്നു. 7 പ്രവൃത്തി ദിനങ്ങളിലായി സംഘടിപ്പിക്കുന്ന രോഗപ്രതിരോധ പരിപാടിയായ മിഷൻ ഇന്ദ്രധനുഷിന്റെ 3ാം ഘട്ടത്തിനാണ് തുടക്കമായത്. വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതുവരെയായി പൂർണ്ണമായോ ഭാഗികമായോ ഒരു കുത്തിവെപ്പും എടുക്കാത്ത 5 വയസ്സിന് താഴെയുള്ള 2954 കുട്ടികൾക്കും 137 ഗർഭിണികൾക്കും മരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. 45 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രി, നീലേശ്വരം താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ജൂൺ 18 വരെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് സമീറ മംഗൽപാടി ഹെൽത്ത് സെന്ററിൽ നിർവഹിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷത്ത് താഹിറ അധ്യക്ഷത വഹിച്ചു. പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജ് റാങ്ക് ലിസ്റ്റ് ജൂൺ 3ാം വാരം പ്രസിദ്ധീകരിക്കും. അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമീകരിച്ച +2 മാർക്കും എൻട്രൻസ് മാർക്കും കണക്കിലെടുത്ത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ജൂൺ 3ാം വാരം പ്രസിദ്ധീകരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്റർനെറ്റ് വഴിയുള്ള ഓപ്ഷൻ രജിസ്റ്ററിനെ കുറിച്ചും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബ്രാഞ്ചുകളുടെ ഉള്ളടക്കം, സാധ്യതകൾ എന്നിവയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തും. ജില്ലയിലെ ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററായ LBS എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 18-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. എഞ്ചിനീയറിംഗ് മെഡിക്കൽ രംഗത്തെ കരിയർ വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പറ്റിയും അവയുടെ സാധ്യതകളെ പറ്റിയും LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA നവാസ് ക്ലാസ് എടുക്കും. നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാഞ്ഞങ്ങാട്, NMIT, സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെർള തുടങ്ങിയ ഉത്തര മലബാറിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 18-ാം തീയതി കാസർഗോഡ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുകയാണ്. ഒരുപാട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. 210ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് മൊത്തത്തിലുള്ളതെങ്കിലും അതിൽ പല ബ്രാഞ്ചുകളുടെയും പേരുകൾ സാമ്യമുണ്ട്, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കവും സാമ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ അതിനകത്തുണ്ടാവും. എക്സ്പെർട്ടുകളാണ് പലതും ക്ലാസ് എടുക്കുന്നത്. മെഡിക്കലിനെ കുറിച്ചും, മെഡിക്കൽ അഡ്മിഷനും എഞ്ചിനീയറിംഗ് അഡ്മിഷനും ഒരുമിച്ചുള്ള കാര്യങ്ങളാണ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും, എൻ്റെ അലൈഡ് മെഡിക്കൽ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഈ ബ്രാഞ്ചുകളെ കുറിച്ചും ഒക്കെ വിശദീകരിച്ച് കൊടുക്കാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KA നവാസ്, ഡോക്ടർ വിനോദ് ജോർജ്, ഡോക്ടർ പ്രവീൺ കോടോത്ത്, പ്രൊഫസർ രാഹുൽ എന്നിവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം ഉദ്യാവര 1000 ജമാഅത്ത് വാർഷിക സഭ ചേർന്നു. ഭാവി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗം ഗാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന റൂസിനെ സംബന്ധിച്ച് ധാരാളമൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് വിശുദ്ധമാകുന്നതായ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അടയാളമാണ് എന്നത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തവരായി. ആരോ ചിലർക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് അവഗണിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ആണ്. ജമാഅത്ത് പ്രസിഡന്റ് അത്താഹുല്ല തങ്ങൾ ഉദ്യാവര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഖത്തീബ് അബ്ദുസലാം മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ദർഗാ സെക്രട്ടറി പള്ളിക്കുഞ്ഞി ഹാജി, പ്രസിഡന്റ് മുഹമ്മദ് മോണ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ദക്ഷിണ കർണാടകയിലെ 125 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഉദ്യാവന സയ്യിദ് ഷഹീദ് വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ 5 വർഷത്തിൽ നടത്തിവരുന്ന ഉറൂസിന്റെ തീയതിയും ചടങ്ങിൽ നിശ്ചയിച്ചു. ഫെബ്രുവരി 7 മുതൽ 24 വരെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം അലതല്ലി. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാംസം ഗ്രാന്റ് വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ മെസ് അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 100 കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികളെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗമായാലും ഈ ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചായാലും അവർക്കെല്ലാം
ഈ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്കറിയാം 3500 രൂപയായിട്ട് ലക്ഷം ഗ്രാന്റ് പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പ്രതിഷേധമായിട്ട് അത് പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കാലോചിതമായ മാറ്റമുണ്ടാക്കണം, ഇതിൽ വർധനവുണ്ടാക്കണം. പരിമിതമായ ഈ സംഖ്യ കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ്. ജില്ലാ പ്രസിഡന്റ് BM പ്രദീപൻ അധ്യക്ഷനായി. കൊട്ടറ വാസുദേവ്, M കുഞ്ഞമ്പു, രാമചന്ദ്രൻ മാസ്റ്റർ, M ശാന്ത, T ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ആവേശം പകർന്ന് ഗ്ലോബൽ സ്കൂൾ LKG പ്രവേശനോത്സവം. കലാപരിപാടികൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭൂതി പകർന്നു. വിൻടച്ച് ഇന്റർനാഷണൽ സ്കൂളിന്റെ LKG പ്രവേശനോത്സവം വിവിധ കലാപരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രിൻസിപ്പൽ ജോഷി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ മണി സുബ്രഹ്മണ്യൻ സംസാരിച്ചു. തുടർന്ന് UKGയിലെയും 1ാം ക്ലാസ്സിലെയും കുരുന്നു പ്രതിഭകൾ വിവിധയിനം കലാപരിപാടികളോടെ കുട്ടികളെ വരവേറ്റു. ലക്ഷ്മി സുരേഷ് കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. രക്ഷിതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഉടൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന തുളുനാട് ടൈംസിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. വിദ്യാനഗറിൽ P കരുണാകരൻ MP ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിദ്യാനഗറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം P കരുണാകരൻ MP ആണ് നിർവഹിച്ചത്. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മുൻകൈയെടുത്തുകൊണ്ട് ഇതിനകം തന്നെ ഈ പത്രത്തിന്റെ ഒട്ടേറെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ പത്രം പുറത്തിറക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. CPM കാസർഗോഡ് കമ്മിറ്റിയാണ് മുൻകൈ എടുക്കുന്നതെങ്കിലും പത്രമെന്ന നിലയിൽ കാസർഗോഡിന്റെ എല്ലാ വാർത്തകളും നൽകുന്ന, എല്ലാ വിവരങ്ങളും നൽകുന്ന, എല്ലാ സാധനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒന്നായിരിക്കും തുളുനാട് ടൈംസ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരൻ PS പൊണിജിതായ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ കന്നഡ മേഖലയിലെ സമഗ്ര വികസനത്തിനുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന് ശക്തി പകരാനും ജനങ്ങളെ പുരോഗമന ആശയങ്ങൾക്കൊപ്പം അണിനിരത്താനുമാണ് പുതിയ പത്രം ലക്ഷ്യമിടുന്നത്. പത്രത്തിന്റെ ലൈബ്രറി എന്നെ നിലക്കുന്ന MLA പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. വാർഷിക വരിക്കാരായി ചേർന്നവരുടെ ലിസ്റ്റ് CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ ഏറ്റുവാങ്ങി. കേരള കന്നഡ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് SV വട്ട്, K കുഞ്ഞിരാമൻ MLA, പ്രിന്റർ ആൻഡ് പബ്ലിഷർ P രാഘവൻ, എഡിറ്റർ M ശങ്കർറായ് മാസ്റ്റർ, മാനേജർ M കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലായില്ല. അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പ്രക്ഷോഭം തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിയെ അവഗണിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നേതാക്കൾ ആരോപിച്ചു. VP സിംഗ് സർക്കാരും നരസിംഹറാവു സർക്കാരും UPA സർക്കാരുമെല്ലാം ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചതായി നേതാക്കൾ കുറ്റപ്പെടുത്തി. 14-ന് ഇന്ത്യയിലെ വിമുക്ത സമൂഹം ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തും. 1900 ഈ VP സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം വളരെ അനുഭവപൂർവ്വം 1 റാങ്ക് 1 പെൻഷൻ പട്ടാളക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അതിനുശേഷം നരസിംഹറാവു ഗവൺമെന്റ് വന്ന സമയത്തും 1 റാങ്ക് 1 പെൻഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് കാരണം ഞാൻ വീണ്ടും പറയാം, അതുകൊണ്ടാണ് അദ്ദേഹവും സമ്മതിച്ചതാണ്. അതിനുശേഷം വന്ന NDA ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ 1 റാങ്ക് 1 പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്നു. അതിനുശേഷം UPA ഗവൺമെന്റ് 5-10 വർഷം അധികാരത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് കൊടുക്കണ്ട എന്ന് ആരും പറയുന്നു.
നമ്മളുടെ ചോദ്യങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയും. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് 15-ന് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്ക്വാഡ്രൺ ലീഡർ നാരായണൻ നായർ, അബ്ദുൾ റഹ്മാൻ ഹാജി, വിജയൻ നായർ, തമ്പാൻ നായർ എന്നിവർ സംബന്ധിച്ചു. പണി തീരാത്ത വീട്, അതിനിപ്പോൾ ജപ്തി ഭീഷണിയും. സ്വപ്നമായ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ വേണ്ടി ഉദാരമതികളുടെ സഹായം തേടുകയാണ് തൃക്കരിപ്പൂർ മെട്ടമ്മലിലെ MTP മറിയുമ്മ. മെട്ടമ്മൽ ഈസ്റ്റിലെ MTP മറിയുമ്മയുടെ മനസ്സ് നീറുകയാണ്. കിടപ്പാടമെന്ന സ്വപ്നം പൂവണിയാനിരിക്കെ പ്രാരാബ്ദങ്ങൾ പിടിമുറുക്കിയത് ഇവരെ ജപ്തിയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു. വിധവകൾക്കുള്ള ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിലാണ് മറിയുമ്മയ്ക്ക് വീട് വെക്കാൻ സഹായം ലഭിച്ചത്. ലഭിച്ച 1.4 ലക്ഷവും സഹൃദയരിൽ നിന്നുള്ള സഹായവും ഉപയോഗിച്ചാണ് വീട് പണി ചുവരോളം എത്തിച്ചത്. പണി മുടങ്ങുമെന്ന സാഹചര്യത്തിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഇത്തിരി സ്വർണവും അയൽപക്കത്ത് നിന്ന് കടം വാങ്ങിയവയും ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് വീടിന് വേണ്ടി തുക കണ്ടെത്തിയത്. മേൽക്കൂര കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള 60,000 രൂപ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് വീടിന്റെ പുരോഗതി ആരായുകയുണ്ടായി. മേൽക്കൂര പൂർത്തിയാക്കി അവസാന ഗഡു സ്വീകരിക്കാനുള്ള തീയതി ജൂൺ 6-ന് അവസാനിച്ചു. P. കരുണാകരൻ MP ഇടപെട്ടാണ് അവധി 2 മാസത്തേക്ക് നീട്ടിക്കൊടുത്തത്. വ്യവസ്ഥ പാലിക്കാത്ത സാഹചര്യത്തിൽ വസ്തുവിറ്റ് മുടക്കിയ തുക തിരിച്ചെടുക്കാൻ ചട്ടമുണ്ട്. MLA മുഖേന ഹർജി സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് മറിയുമ്മ. ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ വീട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആകെയുള്ള 5 സെന്റിലെ വസ്തു അന്യാധീനപ്പെടുന്ന സാഹചര്യം ഓർക്കാൻ പോലും മറിയുമ്മയ്ക്ക് ശേഷിയില്ല. വിധവന്റെ വീടാണ്. 1,40,000 കിട്ടി. ബാക്കി 60,000 കിട്ടാനുണ്ട്. അത് കിട്ടണമെങ്കിൽ വാർക്കണം. അത് വാർക്കാനൊരു വഴിയും എനിക്ക് 4 മക്കളാണ്. എനിക്ക് 3 പെണ്ണുങ്ങളാണ്. എൻ്റെ ഭർത്താവ് പോയിട്ട് 11 വർഷമായി. ഇതുവരെ ഒരു വിവരമൊന്നുമില്ല. ഇപ്പോൾ ആണെങ്കിൽ കളക്ടർ ഓഫീസിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അത് വാർത്തിട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റായിട്ട് കൊണ്ടുപോകുന്നു. വീടുകളിൽ ജോലിക്ക് പോയാണ് മറിയുമ്മ കുടുംബം പുലർത്തുന്നത്. 3 പെൺമക്കൾ ഉൾപ്പെടെ പറക്കമുറ്റാത്ത 4 മക്കളെ സമ്മാനിച്ച് മലപ്പുറം സ്വദേശിയായ ഭർത്താവ് പടിയിറങ്ങിപ്പോയത് 12 വർഷം മുമ്പാണ്. ഇയാളെ തേടി ടെലിവിഷൻ ചാനലുകളിൽ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും നിരാശയായിരുന്നു ഫലം. മൂത്ത മകന് 17 വയസ്സാണ്. ഇളയ 3 പെൺകുട്ടികൾ പഠിക്കുന്നു. മൂത്തവൾ +1-ന് ചേരാനിരിക്കുന്നു. ഇളയവൾ 9-ലും 6-ലും പഠിക്കുന്നു. ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ കുട്ടികളുടെ പഠനച്ചെലവ് ഇവർക്ക് വലിയ പ്രതിസന്ധിയാണ്. പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ കൈപ്പറ്റിയ തുക 18% പലിശയോടെ തിരിച്ചടയ്ക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജാഗ്രത പാലിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അസുഖം മൂലം ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ വിദ്യാർത്ഥി മരിച്ചു. വിദ്യാനഗറിലെ മുഷ്താഖിന്റെ മകൻ സാഖിയാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന നാരമ്പാടി സ്വദേശി മരിച്ചു. നാരമ്പാടിയിലെ സൂപ്പിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 10-ന് മാവിനക്കട്ടയിലായിരുന്നു അപകടം. പോവൽ വൈറ്റ് മൂൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണ വിതരണം 15-ന് 2 മണിക്ക് പോവൽ UP സ്കൂളിൽ നടക്കും. ക്ലബ്ബ് നടപ്പാക്കുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം വിതരണം ചെയ്യുന്നതെന്ന് സെക്രട്ടറി MP നാസർ അറിയിച്ചു. ജന്മദേശം ദൃശ്യമാധ്യമ അവാർഡിന് മാങ്ങാട് രത്നാകരനും ബിനോയ് മാത്യുവും അർഹനായി. ജന്മദേശം 32ാം വാർഷികാഘോഷം 14 നടക്കും. ആഘോഷ പരിപാടിയിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജന്മദേശം 32ാം വാർഷികാഘോഷം 14-ന് നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 10 പ്രമുഖ വ്യക്തികളുടെ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനവും നടക്കും. വാർഷികാഘോഷം 14-ന് ഉച്ചയ്ക്ക് 2:30-ന് മേലാങ്കോട്ട് ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നടക്കും. വാർഷികാഘോഷം ISRO മുൻ ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിശിത്താനവും അവാർഡ് നിർണയ സമിതി ചെയർമാൻ ഡോക്ടർ AM ശ്രീധരനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടികളിൽ മുൻ ISRO ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിപാടിയോട് അനുബന്ധിച്ച് 2 വർഷമായി മാധ്യമ പ്രവർത്തകർക്ക് അവാർഡ് നൽകി വരുന്നു. ഈ ചടങ്ങിൽ വെച്ച് അവാർഡ് ദാനവും കൂടി നടത്തുന്നു. ദൃശ്യമാധ്യമ അവാർഡിന് മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ബിനോയ് മാത്യുവും ഏഷ്യാനെറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ഇൻചാർജ് മാങ്ങാട് രത്നാകരനും അർഹരായി. വാർഷികാഘോഷ ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ, ദീപിക ചെയർമാൻ മോൺസിഞ്ഞോർ മാത്യു M. ചാലിൽ, TV സീരിയൽ താരം ബേബി നിരഞ്ജന എന്നിവർ സംബന്ധിക്കും. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനാകും. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും.
ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ആശുപത്രിയിലേക്ക് BJPയുടെ മാർച്ച്. ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ. കടലിന്റെ മക്കൾക്ക് ഇനി വറുതിയുടെ കാലം. ബോട്ടുകൾ കരയിൽ കയറ്റിവെച്ചു. രക്തബന്ധങ്ങളുടെ പവിത്രത ഇടിഞ്ഞു പോകുന്നത് അപകടകരമാണെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ബന്ധങ്ങൾ വഷളാവുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും തങ്ങൾ. അധികൃതരുടെ അവഗണന. മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി മാർച്ച്. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലായില്ല. അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.